റാങ്ക് ഈസ് ഗിവൺ. റാങ്ക് തന്നിട്ടില്ല, പക്ഷേ ആക്ച്വൽ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. വി മസ്റ്റ് അസൈൻ റാങ്ക്. റാങ്ക് ക്യാൻ ബി അസൈൻഡ് ബൈ ടേക്കിംഗ് ദ ഹയസ്റ്റ് ആസ് ഫസ്റ്റ് ആൻഡ് റാങ്ക് അതേഴ്സ് അക്കോർഡിംഗ്. ഫസ്റ്റ് റാങ്ക് ഏറ്റവും ഹയസ്റ്റിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം നോക്കി. എ റാൻഡം സാമ്പിൾ 5 college students is selected and their grade in the mathematics and statistics are found to be. ഇപ്പോൾ കണ്ടോ 1, 2, 3, 4, 5. മാത്തമാറ്റിക്സ് 85, 60, 70, 40, 90. സ്റ്റാറ്റിസ്റ്റിക്സ് 93, 75, 65, 50, 80. കാൽക്കുലേറ്റ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മാർക്സ് കൊണ്ട് എഴുതിയേക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് അങ്ങോട്ട് എടുത്ത് എഴുതി ഇല്ലേ. 85, 60, 73, 40, 90 അല്ലേ. അതിൽ ഏറ്റവും ഹയസ്റ്റ് എത്ര? 90 അല്ലേ. അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. സെക്കൻഡ് ഏതാ? 85 അല്ലേ, രണ്ടാമത്തെ റാങ്ക് കൊടുത്തു. 60 അല്ലേ, 73 അല്ലേ, മൂന്നാമത്തെ റാങ്ക് 3 കൊടുത്തു. അടുത്ത 60 അല്ലേ, നാലാമത്തെ റാങ്ക് 4 കൊടുത്തു. അടുത്ത 40 അല്ലേ, അഞ്ചാമത്തെ 5 കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 കിട്ടി. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതി നമ്മൾ 93, 75, 65, 50, 80. അതിൽ ഹയസ്റ്റ് എത്രയാണ്? 93 അല്ലേ, ഒന്നാം റാങ്ക് കൊടുത്തു. 2 എന്ന് പറയുന്നത് 80 അല്ലേ, രണ്ടാം റാങ്ക് കൊടുത്തു. 3 എത്ര? 75, മൂന്നാം റാങ്ക് കൊടുത്തു. 4 എത്രയാണ്? 65 അല്ലേ. അടുത്ത 5, 50. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ട് R2 കിട്ടുന്നു അല്ലേ. ഇനി നമുക്ക് ഡി കാണാൻ എളുപ്പമല്ലേ. ഡി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R1 - R2. കണ്ടോ, R1ൽ നിന്ന് R2 കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ 2 - 1 1 അല്ലേ. 4 - 3 1. 3 - 4 ആണ് -1. കണ്ടോ, 5 - 5 0. 1 - 2 -1 1 ഇല്ലേ. പിന്നെ ഡി സ്ക്വയർ കാണും, മൈനസൊക്കെ ഒഴിവാകും. 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1, 1 1 1. ഓക്കെ, അപ്പോൾ അവിടെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ NQ - N അല്ലേ. N എന്ന് പറയുന്നത് 5 ആണ്. ഡി സ്ക്വയർ നമുക്ക് 4 ആണല്ലോ. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 6 × 4 വരും അല്ലേ. ഡിവൈഡ് ബൈ N എന്ന് പറയുന്നത് നമുക്ക് എത്ര? 5 അല്ലേ. 5ൻ്റെ ക്യൂബ് -5. അപ്പോൾ 24 ഡിവൈഡ് ബൈ 5ൻ്റെ ക്യൂബ് 125 വരും. 125 - 5. അപ്പോൾ 1 - 24 ഡിവൈഡ് ബൈ 120 വരും അല്ലേ. അപ്പോൾ അവിടെ വെട്ടുമ്പോൾ നമുക്കറിയാം 1/5 വരുമല്ലോ 120 വെട്ടുമ്പോൾ. അപ്പോൾ 1 - 1/5 = 1 × 0.2 = പ്ലസ് തന്നെ വരുന്നു 0.8 വരും. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലം 7ൻ്റെയും ചെയ്യണം, എയും ബിയും ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ അത് ചെയ്തോളൂ.